ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൃഥ്വിരാജ് നായകനായി നിസാം ബഷീർ സംവിധാനം ചെയ്ത് ജൂലൈ 9 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് നോബഡി. ചിത്രത്തിൽ പാർവതി തിരുവോത്ത്, വിജയരാഘവൻ, അശോകൻ, നന്ദു, ഹക്കിം ഷാ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സമീർ അബ്ദുൾ തിരക്കഥ തയ്യാറാക്കുന്ന ഈ സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ജേക്സ് ബിജോയിയാണ്. ദിനേശ് പുരുഷോത്തമനാണ് ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. ഇന്ന് സെൻസറിംഗ് പൂർത്തിയാക്കിയ ഈ സിനിമയ്ക്ക് UA 13+ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. 2 മണിക്കൂർ 48 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. സുപ്രിയ മേനോൻ നിർമ്മിച്ച ഈ സിനിമ മലയാളത്തിന് പുറമെ തെലുങ്ക്, തമിഴ് എന്നിങ്ങനെ 3 ഭാഷകളിലായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. നാളെ ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുന്നതാണ്. കുഞ്ചാക്കോ ബോബൻ നായകനായി കിരൺദാസ് സംവിധാനം ചെയ്യുന്ന ഉന്മാദം എന്ന സിനിമയുടെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഷാഹി കബീർ തിരക്കഥ തയ്യാറാക്കുന്ന ഈ സിനിമ ജൂലൈ 31 തിരഞ്ഞെടുക്കുന്നതാണ്. G. മാർത്താണ്ഡൻ സംവിധാനം ചെയ്യുന്ന ഓട്ടംതുള്ളൽ എന്ന സിനിമയുടെ റിലീസിംഗ് തീയതിയും പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമ ജൂലൈ 24 തിരഞ്ഞെടുക്കുന്നത്. ചിത്രത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, വിജയരാഘവൻ, കലാഭവൻ ഷാജോൻ, ഹരിശ്രീ അശോകൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിദംബരം സംവിധാനം ചെയ്ത് ജൂൺ 19 തിരഞ്ഞെടുത്ത് മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് ബാലൻ. ചിത്രം 3ാമത്തെ തിങ്കളാഴ്ച കൂടിയായ 18 ദിവസമാണ് ഇന്ന് കടന്നു പോകുന്നത്. ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 17 ദിവസത്തെ ഈ സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ 17,25,00,000 രൂപയാണ് ഇന്നലെ വരെ കളക്ട് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ 2,54,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് 1,01,00,000 രൂപയും തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 24,10,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 17 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 21,38,00,000 രൂപയാണ്. ഓവർസീസ് കളക്ഷനായി ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തത് $1.33 മില്യൺ, അതായത് 12,70,00,000 രൂപയാണ്. അങ്ങനെ ലോകമെമ്പാടുമായി ഇന്നലെ ഞായറാഴ്ച വരെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 34,08,00,000 രൂപയാണ്. ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 30 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 17,50,00,000 റേഞ്ചിലാണ് കേരളത്തിൽ ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. 18 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 34,50,00,000 റേഞ്ചിലുമാണ്. ചെല്ല അയ്യാവ് സംവിധാനം ചെയ്ത് ജൂലൈ 3 തിരഞ്ഞെടുത്തിയ തമിഴ് സിനിമയാണ് ഗാട്ടാ ഗുസ്തി 2. വിഷ്ണു വിശാൽ, ഐശ്വര്യലക്ഷ്മി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 3 ദിവസം കൊണ്ട് കേരളത്തിൽ 56 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 3 ദിവസം കൊണ്ട് 14,71,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ 1,21,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 6,50,50,000, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 6 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 16,61,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വിദേശത്ത് നിന്ന് 3 ദിവസം കൊണ്ട് 2,66,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസായി 3 ദിവസം കൊണ്ട് 19,27,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് 2 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി 21,50,00,000 റേഞ്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ജൂലൈ 3 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ബോളിവുഡ് സിനിമയാണ് ആൽഫ. ശിവ് റാവയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആലിയ ഭട്ട്, ഷെർവാരി, അനിൽ കപൂർ, ബോബി ഡിയോൾ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 21 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 3 ദിവസം കൊണ്ട് സിനിമ കേരളത്തിൽ 54 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ ഞായറാഴ്ച ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തത് 16,05,00,000 രൂപയാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി 42,10,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തത് 21,35,00,000 രൂപയാണ്. അങ്ങനെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 59,11,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 4ാം ദിവസം എന്ന തിങ്കളാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6 കോടി റേഞ്ചിലാണ്. അങ്ങനെ ലോകമെമ്പാടുമായി ആദ്യ 4 ദിവസം കൊണ്ട് 65 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ജൂലൈ 3 തിരഞ്ഞെടുത്തിയ 2ാമത്തെ ബോളിവുഡ് സിനിമയാണ് ബേബി ടു ഡൈ ടു. നാജികേത് സാമന്ത് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഹുമാ ഖുറേഷി, സിക്കന്ദർ ഖർ, ചുങ്കി പാണ്ഡെ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസായി 50,50,000 രൂപയും 2ാം ദിവസം 88,25,000 രൂപയും കളക്ട് ചെയ്തിരുന്നു. ഇന്നലെ 3ാം ദിവസം ഞായറാഴ്ച ഇന്ത്യൻ ഗ്രോസായി 1,08,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 ദിവസം കൊണ്ട് 2,47,00,000 കളക്ട് ചെയ്ത ഈ സിനിമയ്ക്ക് 4ാം ദിവസം എന്ന തിങ്കളാഴ്ച 20 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 4 ദിവസം കൊണ്ട് 2,67,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ജൂലൈ 3 വെള്ളിയാഴ്ച പാൻ ഇന്ത്യ റിലീസായി തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് നാഗബന്ധം. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിലായി തിയേറ്ററിലെത്തിയ ഈ സിനിമ അഭിഷേക് നമ്മയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിൽ വിരാട് കർമ്മ, നഭ നടേഷ്, മഹേഷ് മഞ്ചരേക്കർ, ജഗപതി ബാബു, രാമചന്ദ്ര രാജു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 23 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. തെലങ്കാനയിൽ 5,08,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്രയിൽ നിന്ന് കളക്ട് ചെയ്തത് 3,70,00,000 രൂപയാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് 8,78,00,000 രൂപയാണ് തെലുങ്ക് കളക്ഷനായി നേടിയെടുത്തത്. ഇന്ത്യൻ ഗ്രോസായി 3 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തത് 12,12,00,000 രൂപയായിരുന്നു. വിദേശത്ത് നിന്ന് 1,14,00,000 ഉൾപ്പെടെ വേൾഡ് വൈഡ് ഗ്രോസായി 3 ദിവസം കൊണ്ട് 13,26,00,000 രൂപയാണ് നാഗബന്ധം സ്വന്തമാക്കിയത്. ഇനി 4ാം ദിവസം എന്ന തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് 2-2.5 കോടി റേഞ്ചിലാണ് വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 4 ദിവസം പിന്നിടുമ്പോൾ 15-16 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ജൂലൈ 3 തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് റാവു ബഹാദൂർ. വെങ്കടേഷ് മഹാ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സത്യദേവ്, വികാസ് മൂപ്പല, ദീപ തോമസ്, ബാല പരാസർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം തെലങ്കാനയിൽ 3 ദിവസം കൊണ്ട് 2,56,00,000 രൂപയും ആന്ധ്രയിൽ 1,70,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി 3 ദിവസം കൊണ്ട് 4,87,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് 3,03,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസായി 3 ദിവസം കൊണ്ട് 7,90,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ജൂലൈ 3 തിയേറ്ററിലെത്തിയ കന്നഡ സിനിമയാണ് ഗ്രാമായണം. ദേവനരു ചന്ദ്രു തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ
വിനയ് രാജ്കുമാർ, മേഘ ഷെട്ടി, യോഗേഷ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയുടെ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സിനിമ ഇന്ത്യൻ ഗ്രോസായി 1,44,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 3,80,00,000 ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് ഷെയറായി 3 ദിവസം കൊണ്ട് കിട്ടിയിരിക്കുന്നത് 70 ലക്ഷം രൂപയാണ്. ഇപ്പോഴും മികച്ച ഹോൾഡുകളെടുത്ത് മുന്നോട്ട് പോകുന്ന ബോളിവുഡ് സിനിമയാണ് വെൽക്കം ടു ദി ജംഗിൾ. 10ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയത് 11,46,00,000 രൂപയായിരുന്നു. അങ്ങനെ 10 ദിവസം കൊണ്ട് ഇന്ത്യയിൽ 137,60,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ വേൾഡ് വൈഡ് ഗ്രോസായി 12,27,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് 10 ദിവസം കൊണ്ട് 30,60,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസായി ഇന്നലെ വരെ സ്വന്തമാക്കിയിരിക്കുന്നത് 168,20,00,000 രൂപയാണ്. ജൂൺ 19 തിരഞ്ഞെടുത്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തെലുങ്ക് സിനിമയാണ് മാ ഇന്ദി ബംഗാരം. 17ാം ദിവസം ഇന്നലെ ഞായറാഴ്ച ഇന്ത്യൻ ഗ്രോസായി കളക്ട് ചെയ്തത് 2 കോടി രൂപയാണ്. അങ്ങനെ 17 ദിവസം കൊണ്ട് ഇന്ത്യയിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 73,40,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് 17 ദിവസം കൊണ്ട് 23,75,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി ഇന്നലെ വരെ നേടിയെടുത്തിരിക്കുന്നത് 97,15,00,000 രൂപയാണ്. ജൂൺ 19 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് കോക്ടെയിൽ 2. ഈ സിനിമ ഇന്നലെ വരെയുള്ള 17 ദിവസം കൊണ്ട് കേരളത്തിൽ 35 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 113,93,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് 17 ദിവസം കൊണ്ട് 29,85,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 17 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 141,92,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത് തമിഴിലും മലയാളത്തിലുമായി ജൂൺ 25 തിയേറ്ററിലെത്തിയ സിനിമയാണ് അനന്തങ്കാട്. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 7,55,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 2,36,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് 1,78,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി 4,21,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസായി 5,16,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അഭിലാഷ് വാര്യർ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ജൂലൈ 3 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് അരൂപി. ചിത്രത്തിൽ വൈശാഖ് രവി, നേഹ ചൗള, സിന്ധു വർമ്മ, കണ്ണൻ സാഗർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 3ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 3 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 12 ലക്ഷം രൂപ മാത്രമാണ്. റോഷൻ മാത്യു നായകനായി M. പത്മകുമാർ സംവിധാനം ചെയ്ത് ജൂൺ 26 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഉയർ. ഈ സിനിമ 10ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 10 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ 10 ദിവസം കൊണ്ട് 1,60,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 1,67,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 10 ദിവസം കൊണ്ട് 1,77,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ജൂൺ 19 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് 100 സ്വാമി. വിജയ് ആന്റണി നായകനായി ശശി സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 17 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 13,31,00,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി 15,43,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 16,65,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. വർഷ വാസുദേവ് സംവിധാനം ചെയ്ത് ജൂൺ 19 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയ മലയാള സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. ഇന്ദ്രൻസ്, മധുബാല എന്നിവർ അഭിനയിച്ച ഈ സിനിമ 17ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 9 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 17 ദിവസം കൊണ്ട് 2,11,00,000 രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 2,31,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 17 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി 2,45,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.